ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ മനസ്സിനെ അലട്ടുന്നതാവാം, നിങ്ങളെ ശരിക്കും ബാധിക്കുന്ന ലൈക്ക് ലൈഫിൻ്റെ എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ, ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്താ ഉള്ളത് ആൻഡ് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് ആയിട്ട് വരുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അല്ലെങ്കിൽ ബ്ലോക്കേജ് ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷൻ യൂണിവേഴ്സ് എന്താ പറയുന്നത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഹാർട്ട് ബ്രേക്ക് ആണ് ആദ്യം തന്നെ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ആൻഡ് ബിക്കോസ് എന്തൊക്കെ അത് പല സിറ്റുവേഷനും ആവാം. ഓക്കെ, 5 പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇമോഷണൽ ലോസും ആവാം, ഇമോഷണൽ പെയിനും ആയിരിക്കാം. അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓക്കെ, നിങ്ങളുടെ മെയിൻ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് വല്ലാതെ ഇമോഷണലായി പോകുന്നുണ്ട്, നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് രണ്ട് തരത്തിലും പറയാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ പണത്തിൻ്റെ ലോസ് എന്ന രീതിക്കും പറയാം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നഷ്ടങ്ങൾ എന്ന് പറയാം, പുറത്താക്കിയ മട്ടിൽ എന്ന് പറയും. ഓക്കെ, ചില ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് തോന്നുക, ഓക്കെ, നിങ്ങൾക്ക് അവിടെ വാല്യൂ ഇല്ല എന്ന് തോന്നുക, ആ രീതിക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാവാം. അല്ലെങ്കിൽ പണത്തിൻ്റെ ലോസ് എന്ന രീതിക്ക് പറയാം. ഇവിടെ നഷ്ടം അഗൈൻ ഇമോഷണൽ നഷ്ടവും കാണുന്നുണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സിൽ ഏതെങ്കിലും പേഴ്സൺ നിങ്ങളെ വിട്ടുപോയ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട രീതിയിൽ ചിലപ്പോൾ ലൈക്ക് ഈ പേഴ്സണിനെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ മരണം വരെ ആവാം. ഓക്കെ, കാരണം വളരെയധികം ഹാർട്ട് ബ്രേക്ക് എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് മേ ബി. ഓക്കെ, ആരെങ്കിലും ഫാമിലി, ക്ലോസ് ഫാമിലി, അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ മരണപ്പെട്ടത് നിങ്ങൾക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ടാവാം. ആ രീതിയിലും എടുക്കാം. അല്ലാണ്ട് ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, എന്ത് തരത്തിലായാലും ഓക്കെ, നിങ്ങൾക്ക് മാനസികമായി ചില വിഷമങ്ങൾ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലും ആവാം, ഇമോഷണലും ആവാം, രണ്ട് തരത്തിലും എടുക്കാം. കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ എനിക്ക് ഒന്ന് എടുക്കാൻ തോന്നുന്നുണ്ട് സിറ്റുവേഷനെ കുറിച്ച്. യെസ്, അഗൈൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്. ഓക്കെ, അത് അഡ്വൈസിലേക്ക് പറയാൻ തോന്നുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് വേറെ പലതും നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് മാത്രം നിങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാർഡിൻ്റെ നമ്മൾ അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് ചിലത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളത് കാണാൻ തയ്യാറല്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവിലേക്ക് നിങ്ങൾ ചിന്ത തിരിക്കാൻ നിങ്ങൾ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സ് അങ്ങോട്ട് മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. മനസ്സിൽ നിന്ന് ചിലത് പോയതിനെ വിട്ട് കളയുക എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം ഹേർട്ടായിട്ടുണ്ട്, നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് എന്ന് പറയാം, വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും. എനിക്ക് ആ ഒരു വിഷമ പീരീഡ് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം വരുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് എവിടെ ശരിക്കും അഡ്വൈസ് നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഇത് രണ്ടും പറയുന്നത് നിങ്ങളുടെ ഒരു കഴിവിനെ കുറിച്ച് പറയാം. ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങൾ ജെൻസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി മാത്രം എടുത്താൽ മതി. അതായത് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്തകളാണ്. ഓക്കെ, ആൻഡ് വാൻഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഐഡിയാസ് യൂസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് യൂസ് ചെയ്യുക എന്നാണ്. സോ ആ രീതിക്ക് നിങ്ങൾ കണക്കാക്കാം. നിങ്ങൾക്ക് കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കരിയറിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കരിയർ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ വിഷമങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരുപാട് നിങ്ങളുടെ കഴിവുകളുണ്ട്. നിങ്ങൾ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഗിഫ്റ്റ്സ് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കഴിവുകൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് കാണാൻ തയ്യാറാവുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഈ ഒരു ഹാർട്ട് ബ്രേക്കിലാണ് ഇരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നില്ല. ഓക്കെ, യൂണിവേഴ്സായിട്ട് അഡ്വൈസ് തരുന്ന എടുക്കാൻ ഞാൻ. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് തരുന്നത്? ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൺ കാർഡ്,
celebration. Okay, 3 of cups, 8 of cups, oops sorry, 8 of cups, temperance നേരത്തെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അഡ്വൈസ് പറയുന്നത്, എനിക്ക് പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക നിങ്ങൾ. എനിക്ക് പാസ്റ്റിൽ, എനിക്കറിയാം അത് പറയാൻ എളുപ്പമാണ്, നിങ്ങളൊക്കെ പറയും പറയാൻ എളുപ്പമാണ്, ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്ന്. ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ആ നഷ്ടപ്പെട്ടത്, ആ പോയത് നിങ്ങളോട് വിട്ട് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എല്ലാം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് യൂണിവേഴ്സ് മാറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെവിടെയോ നമുക്കുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് പോസിറ്റീവ് മൈൻഡ് വെക്കാനാണ് പറയുന്നത്. പോസിറ്റീവ് മൈൻഡ് വെക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോഴത്തെ മൊമെന്റിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നും നിങ്ങൾ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ നോക്കുക, അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ദൈവത്തിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ നിങ്ങൾ നന്ദി പറയാം. ഒന്നുമില്ലെങ്കിലും വേണ്ട, നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ബ്ലെസ്സിങ് നമുക്ക് തന്നിട്ടുണ്ട്, അത് തന്നെ ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പർപ്പസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയിൽ നിങ്ങൾക്ക് അതൊന്നും കാണില്ല. യൂണിവേഴ്സ് പറയുന്നത് ചിലത് വിട്ട് കളഞ്ഞത്, അത് വിട്ടു പോയത്, അത് പൊയ്ക്കോട്ടെ. ഓക്കെ, അതിനെ വിട്ട് കളഞ്ഞേക്കുക. ചിലപ്പോൾ നിങ്ങളായിട്ട് മാറേണ്ടതുണ്ടാവും. ഓക്കെ, അങ്ങനെ വിട്ട് കളയാൻ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കേണ്ട. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാമത് സന്തോഷങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പോസിറ്റീവ്. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഉണ്ടാവും. ഓക്കെ, സൺ ആൻഡ് സെലിബ്രേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും കാണുന്നില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് എടുത്ത് വെച്ച ബ്ലെസ്സിങ് നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ കാണാതെയാണ്. പക്ഷെ നിങ്ങൾ ഉള്ളതിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഈ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ആക്ച്വലി ഹാപ്പി ആയിട്ടിരിക്കുക, അത്രമാത്രം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരേപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അവരുടെ കൂടെയൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ചിലത് വിട്ടുപോയത് പൊക്കോട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, മേ ബി ചിലപ്പോൾ യാത്രകൾ പോകുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ യാത്രയൊക്കെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, കുറച്ച് ഇമോഷണൽ മാത്രമല്ല, നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഇമോഷണൽ ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൂടി കുറച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ഓക്കെ, ആ പോയതിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ ലൈഫിന് വേണ്ട പ്ലാനിങ് നിങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് പറയുന്ന അതാണ്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ. യെസ്, ശരിയാണ്, കൺഫ്യൂഷൻ ഉണ്ടാവും, ആക്ഷൻ എടുക്കാൻ മടി ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ഇമോഷൻസിൽ ഇരുന്നിട്ട് എന്താ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും, അത് ചെയ്താലും തെറ്റായി പോകും. സൂക്ഷിക്കണം. ഓക്കെ, ഈ ഒരു എനർജി, ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ വളരെ അധികം ഒരു നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു എനർജി ഉണ്ട്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അബണ്ടൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്. ഈ മൈൻഡ് ഒരു ഇപ്പം ലേശം നിങ്ങൾ ക്ലൗഡിയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ബട്ട് യൂണിവേഴ്സ് പറയുന്ന പ്ലാനിങ് ചെയ്യാം. ഓക്കെ, പ്ലാനിങ് ചെയ്യുക, അവനവൻ്റെ ഇമോഷൻസിനെ ആദ്യം ബാലൻസ് ചെയ്യുക. ഇതിനു വേണ്ടി മെത്തേഡ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക നല്ലോണം. ഓക്കെ, പ്രാണായാമം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് എടുത്ത് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. എന്തെങ്കിലും എടുത്തിരുന്നോ കുറച്ച് നേരം ഒന്ന് കണ്ട് നിങ്ങളൊന്ന് അവനവനെ ഒന്ന് ശാന്തമാക്കാൻ ആദ്യം ശ്രമിക്കാം. ഓക്കെ, ആൻഡ് പ്രാർത്ഥനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് അത് ചെയ്യുക എല്ലാവരും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമുള്ള ദൈവത്തിന്, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ആരെയാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ദൈവം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സന്തോഷമാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പീരീഡ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണ്, നിങ്ങൾക്കൊരു ലേശം വിഷമമുണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന പ്ലാനിങ് ചെയ്യുക. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത്, എന്താണ് ഗോൾസ് വെക്കുക. ആ ഗോൾസിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു തുടങ്ങാം. എൻ്റെ ഇതിലെല്ലാം ഓക്കെ, ആ സമയങ്ങൾ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിലാണ് കഴിവ് കിടക്കുന്നത്. നിങ്ങൾ ആ കഴിവിനെ യൂസ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എല്ലാ കഴിവും ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ ഡിപ്രഷനിലും മുതലും ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ അത്? നിങ്ങൾക്ക് തന്ന ലൈഫിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ മാറ്റി ചിന്തിച്ചു തുടങ്ങുക നിങ്ങൾ. ഓക്കെ, ഇനിയെങ്കിലും നമ്മൾ മാറി എൻ്റെ ലൈഫിനെ ഞാൻ ബെറ്റർ ആക്കും എന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചു തുടങ്ങും. Nothingness. Great universe, great. The outsider, exhaustion, miser, postponement, എല്ലാ ഇടപെടും, എല്ലാ നെഗറ്റീവ്. ഓക്കെ,
വേറെ എന്താണ് അഡ്വൈസ് യൂണിവേഴ്സിൻ്റെ? മൊറാലിറ്റി, ദ റിബൽ, ലവേഴ്സ് ആൻഡ് വൺ മോർ കാർഡ്, ഇൻറ്റൻസിറ്റി. യെസ്, എക്സ്പീരിയൻസ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. അതായത് ഓരോന്നും നമുക്ക് വരുന്നത്, നമ്മുടെ ലൈഫിൽ വരുന്നത് നമുക്ക് ഒരു പഠിക്കാനുള്ള അവസരങ്ങളാണ്, നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല ഒന്നും. എവിടേക്കോ യൂണിവേഴ്സ് നിങ്ങൾ ബെറ്റർ ആവണമെന്ന നിങ്ങളുടെ കഴിവ് യൂണിവേഴ്സിന് അറിയാം. നിങ്ങൾക്ക് എത്രത്തോളം എന്തൊക്കെ സാധിക്കും യൂണിവേഴ്സിന് അറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തരുന്നു, സ്ട്രെസ് തരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മറികടന്ന് നിങ്ങൾ വരണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊരു അവനവനെ ബെറ്ററാക്കാനും മറ്റുള്ളവരെ ബെറ്ററാക്കാനും നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണ്. എക്സ്പീരിയൻസിങ് എന്തും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കാണുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക കുറേയൊക്കെ. ഓക്കെ, ഇമോഷണലായിട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് എനിവേ പോട്ടെ. നത്തിങ്നെസ് ഉണ്ട്, ഔട്ട്സൈഡർ ഉണ്ട്, എക്സോഷൻ, മൈസർ എല്ലാം പറയുമ്പോൾ ഒന്നിച്ച് ഞാൻ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ, ഓരോ കാർഡായിട്ട് പറയുന്നില്ല, എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്പോൺമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ മൈസർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, എല്ലാം ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എക്സോഷൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ട്, ഔട്ട്സൈഡറായിട്ട് തോന്നുക. എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കൊന്നുമില്ല, ഞാൻ പുറത്ത് ഒരു മീൻസ് എനിക്ക് ആരുമില്ല, എനിക്കൊന്നുമില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് മീൻസ് ഔട്ട്സൈഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കി എന്ന്. ഐ തിങ്ക് ആ 5 of Pentacles ഞാൻ പറഞ്ഞു, നിങ്ങളെ പുറത്താക്കിയ മട്ടിൽ നിങ്ങൾക്ക് തോന്നുക, നിങ്ങളെ മീൻസ് ഒരു ഗ്രൂപ്പിൽ നിന്ന് മേ ബി നിങ്ങൾ പുറത്തായി, അല്ലെങ്കിൽ ഒരു ആളുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന്, എവിടെന്നെങ്കിലും നിങ്ങളെ പുറത്ത്, ആ രീതിക്ക് നിങ്ങൾ പുറത്തുനിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ്. ഓക്കെ, നത്തിങ്നെസ്, നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആണ് ഇപ്പോൾ. ഓക്കെ, എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ള പിടി നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, ആക്ച്വലി ബ്ലാങ്ക് നല്ലതാണ് എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലാങ്ക് ആണെങ്കിൽ, ഐ തിങ്ക് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചതിൽ ഒരു ബ്ലാങ്ക് ഇതുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ബ്ലാങ്ക് പേജ് നല്ലതാണ്, നമുക്ക് ആദ്യം എഴുതാൻ തുടങ്ങാം, പുതിയതായിട്ട് നിങ്ങൾക്ക് കഥ എഴുതാൻ തുടങ്ങാം. ഓക്കെ, സോ ഈ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു തരത്തിലൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നിന്ന് എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും എഴുതി തുടങ്ങാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും ശ്രമിക്കണം. നമുക്ക് തോന്നും അയ്യോ നമ്മൾ ഇത്രയും മെനക്കെട്ട് ഇവിടെ എത്തിയതല്ലേ, പിന്നെയും താഴ്ത്തുനിന്ന് തുടങ്ങണ്ടേ. സാരമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഇനി പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, നിങ്ങൾക്ക് കിട്ടിയ ലെസൺസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇനി ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ തവണ പറ്റിയ പോലെ ഇനി പറ്റരുത് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യും. മൊറാലിറ്റി എന്ന് പറയുന്നുണ്ട്. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ശരിയും തെറ്റും എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ശരികൾ എന്താണ്, തെറ്റുകൾ എന്താണ് എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. റിബൽ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് റിബൽ ആവുക എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് റിബൽ ആവുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ആ വിഷമത്തിൽ നിന്ന് ഓക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ തന്നെ ഒരു റിബൽ മോഡിലേക്ക് വരിക. ഓക്കെ, എനിക്ക് എല്ലാവരെയും മുമ്പിൽ ഞാൻ ജയിച്ച് കാണിക്കും എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് ഒന്നുമില്ലെങ്കിൽ റിയൂണിയൻ നിങ്ങൾക്ക് വരുന്നു എന്ന് പറയാം. ഏതെങ്കിലും പേഴ്സണൊക്കെ വിട്ടുപോയതാണെങ്കിൽ റിയൂണിയൻ വരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി സ്നേഹം എന്ന വരുന്നു എന്ന് പറയാം. കുറച്ച് പേർക്ക് ഇതിവിടെ ഡിസിഷൻ എന്നും പറയാം. നമുക്ക് ജനറലായിട്ട് സംസാരിക്കുമ്പോൾ തീരുമാനങ്ങൾ, ഓക്കെ, ഡിസിഷൻസ് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാർഡായിട്ട് നമുക്ക് പറയാം. സോ ആ ഒരു ഡിസിഷൻ്റെ സമയം വരുന്നുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് ലൈഫിൽ ഇത് ശരിക്കും കുതിച്ചു പായുന്ന ഒരു കാർഡാണ്. ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഫാസ്റ്റ് മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് ഉള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾ അങ്ങനെ വരുത്തിയെടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റിയെടുക്കുക. ഈ ഒരു ഫീലിങ്സ്, ഈ നെഗറ്റീവ് എല്ലാം എന്തൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നോ ഇത് മുഴുവൻ തുടച്ചു മാറ്റി, ശരിക്കും ഇങ്ങനെയാണ് വെക്കേണ്ടത്, ഇതെല്ലാം തുടച്ചു മാറ്റാം. ഓക്കെ, ഇതെല്ലാം തുടച്ചു മാറ്റി ബ്ലാങ്ക് ആക്കുക നിങ്ങൾ. ഓക്കെ, ബ്ലാങ്ക് ആക്കിയ ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫ്. ഓക്കെ, ഈ എക്സ്പീരിയൻസസ് വെച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബ്രീതിങ് എക്സസൈസസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യുക, ഇഷ്ടമുള്ളവർ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ വെക്കുക, കുറച്ച് നേരം അഫർമേഷൻസ് ചെയ്യുക, ഡെയിലി നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അഫർമേഷൻസ് ചെയ്യുക രാവിലെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ ഐ ഹോപ്പ് നിങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഹെൽപ്പ് ഇല്ലെങ്കിൽ വെറുതെ ഇത് കണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളിത് നോക്കി പോയിട്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നല്ലത് വരട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.